നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 12 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അതിൽ 2 എയർപോർട്ട് അവസരങ്ങൾ. ഒന്ന്, നമ്മുടെ കൊച്ചിയിലേക്ക് തന്നെ അപേക്ഷിക്കാതിരിക്കാതെ ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരം. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 3 ബാങ്കുകളിലെ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഒരു വിദേശ ജർമ്മൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെ അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുള്ള അവസരങ്ങൾ, എഞ്ചിനീയേഴ്സിനുള്ള അവസരങ്ങൾ, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള ഒട്ടനവധി അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കൂടുതലും ബൾക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളാണ്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇവിടെ സൂചിപ്പിക്കുന്ന ഓരോ വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അപ്പോൾ അത് സന്ദർശിച്ച് അങ്ങനെയുള്ള അവസരങ്ങൾ കണ്ടെത്താം. കൂടുതൽ തൊഴിലവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഫോളോ ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് എയർ ഇന്ത്യ സാറ്റ്സിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറയുമ്പോൾ ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യയും അതേപോലെ സിംഗപ്പൂർ എയർപോർട്ട് ടെർമിനൽ സർവീസസ്, ഈ കമ്പനിയും കൂടെ കൂടിയിട്ടുള്ള സംയുക്ത സംരംഭമാണ്. ഇവരാണ് ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല എയർപോർട്ടുകളിലെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ അവര് കൊച്ചിയിലേക്ക് ഒരു ഹയറിങ് സൂചിപ്പിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 തസ്തികകളിൽ അവസരങ്ങളുണ്ട്. 2 ഫ്രഷേഴ്സിനുള്ളതാണെങ്കിൽ 2 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവസരങ്ങളാണ്. ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്ന കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഡിഗ്രിക്കാരെ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഡിഗ്രിക്കാർക്കുള്ള അവസരമാണ്. അതുകൂടാതെ +2 കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി നേടാത്തവർക്ക്, അണ്ടർ ഗ്രാജുവേറ്റ്സിന് കസ്റ്റമർ സർവീസ് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ അവസരമുണ്ട്. ഇവിടെയും 18 മുതൽ 28 വയസ്സ് വരെയാണ് പ്രായം സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ സൂപ്പർവൈസർ പാസഞ്ചർ സർവീസസ്, അതുപോലെ ഡ്യൂട്ടി മാനേജേഴ്സ് പാസഞ്ചർ സർവീസസ്, ഈ 2 തസ്തികയിലും ഡിഗ്രിക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷെ 2നും എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരമുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി, അല്ലെങ്കിൽ ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ +2കാർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ ഓഗസ്റ്റ് 14-ാം തീയതി കൊച്ചിയിൽ എയർപോർട്ടിന്റെ ഒക്കെ സമീപത്തുള്ള ഹോട്ടൽ ഫ്ലോറ എയർപോർട്ട് ഹോട്ടൽ ആൻഡ് കൺവെൻഷണൽ സെന്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. 9 മണിക്ക് 2 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് jobsbridge.com നൽകുന്നു. ഇനി ലീല റാവിസ് എന്ന് പറഞ്ഞാൽ ലീല ഗ്രൂപ്പ്, ഇന്ത്യയിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഹോട്ടൽ ഗ്രൂപ്പാണ് ലീല എന്നുള്ളത്. അതുപോലെ റാവിസ് നമുക്കറിയാം, രവി പിള്ളയുടെ ഹോട്ടൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇതിന്റെ ഒരു സംയുക്ത സംരംഭമാണ് ലീല റാവിസ്. അവരിപ്പം നടത്തുന്ന മെയിൻ 2 ഹോട്ടലുകളൊന്ന് കോവളത്തെ ഹോട്ടലുണ്ട്, മറ്റൊന്ന് അഷ്ടമുടിയിലെ ഹോട്ടലുണ്ട്. ഈ 2 ഹോട്ടലിലേക്കുള്ള കുറെ റിക്വയർമെന്റ്സ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് മേഖലയിൽ അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ, ഫുഡ് ആൻഡ് ബീവറേജ് കൺട്രോളർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് മാനേജർ, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ക്രെഡിറ്റ് സൂപ്പർവൈസർ, ഇന്റേണൽ ഓഡിറ്റർ പോലുള്ള അവസരങ്ങളുണ്ട്. പർച്ചേസ് ആൻഡ് സ്റ്റോർ മേഖലയിൽ അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ, സ്റ്റോക്ക് കീപ്പർ, റിസീവിംഗ് അസോസിയേറ്റ്, പർച്ചേസ് അസോസിയേറ്റ്, ഈ തസ്തികയിലൊക്കെ അവസരങ്ങളുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഡോയ്ഷെ ബാങ്ക്, ഇതൊരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ജർമ്മൻ ബാങ്കാണ്. അപ്പൊ ഈ ഡോയ്ഷെ ബാങ്കിൽ ഇപ്പോൾ HR അപ്രന്റീഷിപ്പ് അവസരങ്ങൾ ലഭ്യമാണ്. ഫ്രഷേഴ്സിന് ഒരു ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്രന്റീഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു 2.5 to 3.5 lakh per annum ശമ്പളമുള്ളൂ. അതായത് ഒരു 2.5 എന്നൊക്കെ പറയുമ്പോൾ 20,000 അല്ലെങ്കിൽ ഒരു 30,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈഫൻഡ് ലഭ്യമാകുന്ന അവസരങ്ങളാണ്. 2025-ലും 26-ലും പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ബാംഗ്ലൂർ ആയിരിക്കും വർക്ക് ലൊക്കേഷൻ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് ഡോയ്ഷെ ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. നമുക്ക് ഫെഡറൽ ബാങ്കിലെയും മറ്റ് ബാങ്ക് അവസരങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അടുത്ത അവസരം ഇതാ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ എയർപോർട്ടുകളിലേക്കുള്ള അവസരമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ എയർപോർട്ടുകളും മാനേജ് ചെയ്യുന്ന കമ്പനി. ഇത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഒരു മിനി രത്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് ജോലികളാണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. 389 തസ്തികകളിലേക്ക് ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മാനേജേഴ്സിന്റെ ഉണ്ട്, ജൂനിയർ എക്സിക്യൂട്ടീവ്സിന്റെ ഉണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് ആകുമ്പോൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. മാനേജേഴ്സ് ആകുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്.
മാനേജേഴ്സ് 170 ഒഴിവുകളും ജൂനിയർ എക്സിക്യൂട്ടീവ് 219 ഒഴിവുകളുമായിരിക്കും ഉള്ളത്. ജൂനിയർ എക്സിക്യൂട്ടീവ് അതായത് ഫ്രഷേഴ്സിനുള്ള സാലറി ഏതാണ്ട് 1.4 ലാക്ക് പെർ ആനമാണ്. അതായത് പ്രതിവർഷം ഏതാണ്ട് ഒരു 10-17 ലക്ഷം രൂപ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇനി മാനേജേഴ്സിന് 21 ലക്ഷം രൂപ വരെ പ്രതിവർഷം പോസ്റ്റ് കമ്പനി ശമ്പളം ലഭ്യമാകുന്ന അവസരങ്ങളാണ്. ഫ്രഷേഴ്സ് 27 വയസ്സ് വരെയും മാനേജർ തസ്തികയിൽ 32 വയസ്സ് വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ആരെയായിരിക്കും അപ്ലൈ ചെയ്യുക? പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവസരങ്ങളുണ്ട്. എഞ്ചിനീയേഴ്സിനുള്ള അവസരമുണ്ട്, MBA-കാർക്കുണ്ട്, CA-കാർക്കുണ്ട്, CMA-കാർക്കുണ്ട്, ലോ ഡിഗ്രി ഉള്ളവർക്കുണ്ട്, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനേജേഴ്സിനെ ഹയർ ചെയ്യുന്ന വിവിധ ഏരിയകൾ. അതേപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ്സിന് എയർ ട്രാഫിക് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, IT ഉണ്ട്, ഒഫീഷ്യൽ ലാംഗ്വേജ്, അതേപോലെ HR-ലേക്കൊക്കെ MBA-കാർക്കുള്ള അവസരമാണ്. പിന്നെ ലോയുണ്ട്, അതായത് ലീഗലായിട്ട് LLB ഒക്കെ പഠിച്ചവർക്കുള്ള അവസരങ്ങൾ. പിന്നെ സിവിൽ എഞ്ചിനീയേഴ്സിന് അങ്ങനെയൊക്കെ വിവിധ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് സെപ്റ്റംബർ 7-ാം തീയതി വരെ ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിലൂടെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവർക്ക് ഈ ഒരു വേക്കൻസിക്ക് 1000 രൂപ ആപ്ലിക്കേഷൻ ഫീ, അത് എല്ലാ കാറ്റഗറിയിലും ഒന്നുമല്ല. ഉദാഹരണത്തിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒന്നും ആ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷെ മെയിൽ കാൻഡിഡേറ്റ്സും ചില കാറ്റഗറിയിലുള്ളവർക്കൊക്കെ 1000 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നറിയുക. അപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ 389 ഒഴിവുകളിലേക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമൊക്കെയുള്ള അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി സിപ്ക എന്ന് പറഞ്ഞ കമ്പനി വിദേശത്തേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപേക്ഷിക്കാതിരിക്കേണ്ട. 14-ാം തീയതി ഓഗസ്റ്റിൽ വോക്കിൻ ചെയ്ത അവസരങ്ങളിലേക്ക് എത്താം. വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്ന ഗവൺമെന്റ് ITI അരീക്കോട് മലപ്പുറത്ത് വെച്ചിട്ടാണ്. ഇത് ITI-ക്കാർക്കുള്ള ഒരു അവസരമാണ്. പൈപ്പ് ഫിറ്റേഴ്സ് ആ ഒരു തസ്തികയിൽ ഫ്രഷേഴ്സിനെ ദുബായിലേക്ക്, അബുദാബിയിലേക്കൊക്കെ UAE-ലേക്കുള്ള ഹയറിംഗ് ആണ്. 2 ഇയർ ITI സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ NCVT കഴിഞ്ഞവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പനി നല്ല ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. കോമ്പറ്റീറ്റീവ് സാലറി ഉണ്ട്. കമ്പനി അക്കോമഡേഷൻ, കമ്പനി ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, പെയ്ഡ് ആനുവൽ ലീവ്, എയർ ടിക്കറ്റ് ഇതൊക്കെ കമ്പനി വഹിക്കും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ITI-ക്കാർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെങ്കിൽ വോക്കിൻ ഇന്റർവ്യൂ പങ്കെടുക്കാം. 14-ാം തീയതി മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഗവൺമെന്റ് ITI-യിലാണ് വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സൈറ്റ് jobsbridge.com ഉണ്ട്. അവിടെ പോയിട്ട് സിപ്ക എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനി എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്കൊക്കെ ലഭ്യമായിരിക്കുന്ന 2 അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. രണ്ടും സെയിൽസ് റിലേറ്റഡ് അവസരമാണ്. ടെക്നോളജി സെയിൽസ് താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. മെറ്റാഡേറ്റ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് MS ഡൈനാമിക്സ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അസോസിയേറ്റ് തസ്തികയിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്ന 14-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഈ മെറ്റാഡേറ്റയുടെ കൊച്ചി സ്മാർട്ട് സിറ്റി, കാക്കനാടുള്ള സ്മാർട്ട് സിറ്റിയിൽ വോക്കിൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഡിഗ്രിക്കാർക്കൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം ആദ്യം നിങ്ങൾക്ക് ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം വോക്കിൻ ഇന്റർവ്യൂ പങ്കെടുക്കാം. വോക്കിൻ ഇന്റർവ്യൂവിൽ ഇനീഷ്യൽ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കും. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പം 14-ാം തീയതി വെള്ളിയാഴ്ച സെയിൽസ് മേഖലയിൽ താല്പര്യമുള്ളവർക്കുള്ള അവസരമാണ്. ഇനി ഹോസ്ഡൈം എന്ന് പറഞ്ഞ കമ്പനി തിരുവനന്തപുരത്തേക്ക് ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മറ്റൊരു അവസരം സൂചിപ്പിച്ചിട്ടുണ്ട്. ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സെയിൽസിലേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. അതും ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത്യാവശ്യം നല്ല പേ പാക്കേജ്, ഒരു 4 ലാക്ക് വരെയൊക്കെ പേ പാക്കേജ് ഉള്ള അവസരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആരെയായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? എഞ്ചിനീയേഴ്സിന് പറ്റും. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ, IT അങ്ങനെ, അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ഡിഗ്രിയൊക്കെയുള്ള ആർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ 2 അവസരങ്ങൾ ടെക്നോളജി സെയിൽസുമായി ബന്ധപ്പെട്ട്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സൈറ്റ് ഉണ്ട്, ഈ jobsbridge.com. അപ്പോൾ ഈ ഹോസ്ഡൈം എന്നോ മെറ്റാഡേറ്റ എന്നൊക്കെ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനി 2026 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള മറ്റ് 2 അവസരങ്ങൾ, പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സിന് ലഭ്യമായിരിക്കുന്ന 2 അവസരം ഒന്ന് സൂചിപ്പിക്കാം. ആദ്യത്തെ അവസരം അശോക് ലൈലാൻഡിലാണ്. ഇവിടെ BTech സിവിൽ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ MTech കഴിഞ്ഞവരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു അപ്രന്റീഷിപ്പ് അവസരമാണ്.
തമിഴ്നാട്ടിലായിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ പോയി അപ്രന്റീസായിട്ട് ജോലി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ അശോക് ലൈലാൻഡിൽ ജോലി ചെയ്യുവാനുള്ള ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. 2026 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള ഒരു അവസരമാണ്. സിവിൽ ബിടെക്, അതേപോലെ എംടെക്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ആൻഡ് ഫയർ ആ മേഖലയിലുള്ളവർക്കുള്ള അവസരമാണ്. ഇനി രണ്ടാമത്തെ അവസരം, അതും ബിടെക് ഫ്രഷേഴ്സിനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞവർക്കുള്ള ഒരു അവസരമാണ്. കൊച്ചിയിലേക്ക് നെസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ജോലി ചെയ്യുവാനുള്ള അവസരമാണ്. EMS, ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് മേഖലയിലായിരിക്കും ജോലി ചെയ്യാണ്ടായിട്ട് വരിക. ബാക്ക്ലോഗ്സ് ഇല്ലാത്തവർക്ക്, അരിയർ ഇല്ലാത്തവർക്കുള്ള ഒരു അവസരമാണ്. ഈ ഒരു അവസരം, അതായത് നെസ്റ്റ് ഗ്രൂപ്പിൽ ബിടെക്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കുള്ള അവസരമാണ്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത അവസരം, നമുക്കറിയാം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒത്തിരി വിവാദങ്ങളിലൊക്കെ പെടുന്ന ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ എന്നത്, അല്ലേ? അവരുടെ IT ഡിവിഷൻ ഉണ്ട്, UL ടെക്നോളജി സൊല്യൂഷൻസ്, ULTS എന്നാണ് ഇവരുടെ IT ഡിവിഷൻ അറിയപ്പെടുന്നത്. ഇവർക്ക് തന്നെ ഒരു UL സൈബർ പാർക്ക് ഉണ്ട് കോഴിക്കോട്. അവിടെയൊക്കെ വലിയ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവര് ഫീൽഡ് സർവേയർ ആയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലയിലും അവസരങ്ങളുണ്ട്. നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ GIS മാപ്പിംഗ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് റോഡുകൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ, ഇവിടെയൊക്കെ ഒരു ഫീൽഡ് സർവേ നടത്തി മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡേറ്റ എൻ്റർ ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ്. +2-കാര്, ITI, ഡിപ്ലോമ, ഡിഗ്രിക്കാർക്കൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. 15,000 മുതൽ 20,000 രൂപ വരെയാണ് പ്രതിമാസ വരുമാനം എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രൊമോഷൻ അവസരങ്ങൾ, സർവേ കോർഡിനേറ്റർ ആകാനും GIS എഞ്ചിനീയർ ആകാനും വരെ അവസരങ്ങളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സൈറ്റിൽ പോയി ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. മറ്റൊരു അവസരം ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം ആസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്നത്. ഇനി മറ്റൊരു ബാങ്കിന്റെ അവസരം കൂടെ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഫെഡറൽ ബാങ്കിലെ അവസരം ഡൊമെയിൻ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി DSA ചാനലിലേക്കും അതേപോലെ ഹൗസിംഗ് ലോണിലേക്കും ഉള്ള അവസരങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷന് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ്, അത് റിലേഷൻഷിപ്പ് മാനേജറായിട്ട് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള അവസരമാണ്. 40 ഇയർ വരെ, 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. ജോബ് ലൊക്കേഷൻ കേരളത്തിലില്ല. മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി, ചെന്നൈ, ഇൻഡോർ, പൂനെ, ചണ്ഡീഗഡ്, സൂററ്റ് ഇങ്ങനെയൊക്കെയുള്ള നഗരങ്ങളിലായിരിക്കും. പക്ഷേ ഫെഡറൽ ബാങ്കാണ്, നല്ല ശമ്പളം ലഭിക്കും. ഇപ്പം നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ, കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. 14 ഓഗസ്റ്റിന് മുമ്പായിട്ട് ഫെഡറൽ ബാങ്കിന്റെ സൈറ്റിൽ പോയിട്ട് വേണം അപേക്ഷിക്കാൻ. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ jobsbridge.com എന്ന സൈറ്റിൽ ലഭ്യമാണ്. ബാങ്ക് ജോലി നോക്കുന്നവർക്കുള്ള മറ്റൊരു അവസരം കൂടി സൂചിപ്പിക്കാം. ഈസാഫ് ബാങ്കിലാണ്. ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് കോട്ടയം, എറണാകുളം, ആലുവ, മൂവാറ്റുപുഴ ലൊക്കേഷനിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി PGക്കാർക്ക്, ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പം ഇതിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിലുണ്ട്. താല്പര്യമുള്ളവരെ ഉപയോഗപ്പെടുത്തുക. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയി സെർച്ച് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഓർക്കുക, ഞാൻ ഒരെണ്ണത്തിന് 1000 രൂപ ഫീസ് സൂചിപ്പിച്ചു. അതൊഴിച്ചാൽ, അതായത് എയർപോർട്ട് ജോലി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറ്റ് ജോലികളൊക്കെ സൗജന്യമാണ്, ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ഏതായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല. നല്ലൊരു കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.